ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ യൂസ്ഫുൾ പ്രോഡക്ട്സിൻ്റെ ജെന്യൂൺ റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ഒരു ബിരിയാണി പോട്ടാണ്, നോൺ സ്റ്റിക്കിൻ്റേത്. ഇത് 10 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. സോ നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇതന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ 8 ലിറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി പോട്ട് ഒരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഞാൻ 10 ലിറ്ററിൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, അഫോർഡബിളാണ്, നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയവർക്ക് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഇതിൽ 2 ലിഡ് വരുന്നുണ്ട്, ഒന്ന് ഗ്ലാസിൻ്റെയും മറ്റേത് സ്റ്റീലിൻ്റെയും. എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു നോൺ സ്റ്റിക്ക് തവ ആണ്. അടിപൊളിയാണ്, ഇതും പറയാനൊന്നുമില്ല, നല്ല പ്രോഡക്റ്റാണ്. ദോശയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഇതൊരു മാസ്റ്റർ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ റേറ്റും അഫോർഡബിളാണ്. ഇതിൽ വേറൊരു കളർ അവൈലബിൾ ആണ്, ബ്ലൂ ആണെന്ന് തോന്നുന്നു. എന്തായാലും ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ചോപ്പറാണ്, വെജിറ്റബിൾ ചോപ്പർ. ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ നല്ലൊരു ടൈം സേവർ പ്രോഡക്റ്റാണ്. പെട്ടെന്ന് ചെറുതാക്കി അരിയാൻ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് പറ്റൂല. ചില ആൾക്കാർ നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയും, പക്ഷെ അതൊന്നും എനിക്ക് പറ്റൂല. സാലഡ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളി കട്ട് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കും. ഇപ്പം ഉണ്ടല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്നറിയും, ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് എനിക്ക് നൈഫ് കൊണ്ട് ചോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇത് മുമ്പുണ്ടായിരുന്നു, അത് കേടായപ്പോൾ ഞാൻ വീണ്ടും വാങ്ങിയതാണ്. ഇതിന് 170 എന്തോ പ്രൈസ് വരുന്നുള്ളൂ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൽ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് 1000 ml ആണ് കപ്പാസിറ്റി വരുന്നത്. ഇതിൽ കപ്പാസിറ്റിയിൽ കുറേ ചേഞ്ചസ് ഉണ്ട് കേട്ടോ, ഇതിനേക്കാൾ കുറവുള്ളതൊക്കെ ഉണ്ട്. ഇത് വാങ്ങുമ്പോൾ നോക്കി വാങ്ങിയാൽ മതി. ഞാൻ 1000 ml ആണ് വാങ്ങിയത്. കുറച്ച് വലുത് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പായതുകൊണ്ട് എന്തായാലും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം, ജസ്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് കിച്ചൺ പ്രസ്സാണ്. ഞാനിതിലാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. മറ്റേ ഇടിയപ്പം മേക്കർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടഫാണ്, അത് കയ്യിലിട്ട് ഇങ്ങനെ തിരിക്കണമല്ലോ. ഇതങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ ഭയങ്കര ചെറുതായിട്ടുള്ള സ്റ്റീലിൻ്റെ ലിഡാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ വേറെ ഷേപ്സും അവൈലബിൾ ആണ്. ഇതിൽ 15 സ്റ്റീലിൻ്റെ ലിഡ് ഉണ്ട്. സോ നമുക്ക് വേണ്ടതുപോലെ യൂസ് ചെയ്യാം, മുറുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഓൺലി ഇടിയപ്പം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര എളുപ്പമാണ്, കൈയൊന്നും വേദനിക്കില്ല. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്തേക്ക് മാവ് ഫില്ല് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അടുത്തത് ഈ ഒരു ഹോട്ട് ബോക്സ് ആണ്. ഇത് 1500 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഒരു 2 ആളൊക്കെ ഉള്ള ഫാമിലിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. വേറെ 5 6 എന്തോ കളേഴ്സും അവൈലബിൾ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ട കളർ മേടിക്കാവുന്നതാണ്. ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിശേഷവുമായിട്ട് എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.